നമസ്കാരം, ജനതാ ജേണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എടപ്പലം PTMYHS സ്കൂളിന്റെ മുന്നിലാണ്. ഈ വർഷത്തെ പട്ടാമ്പി ഉപജില്ലാ കലോത്സവം നടക്കുന്നത് ഈ സ്കൂളിലാണ്. കുറച്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഉപജില്ലാ കലോത്സവം ഈ സ്കൂളിൽ വീണ്ടും എത്തുന്നത്. കലോത്സവം വൻ വിജയമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ നാട്ടുകാരും. നമസ്കാരം, ഞാൻ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ. 2024-25 അധ്യയന വർഷത്തെ പട്ടാമ്പി സബ് ജില്ലാ സ്കൂൾ കലോത്സവം ഈ വരുന്ന 11-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലായി വിളയൂർ എടപ്പലം പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ സമുച്ചയത്തിൽ വെച്ച് നടക്കുന്ന വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പാലക്കാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികളെ SSLC പരീക്ഷയ്ക്ക് ഇരുത്തുകയും 100% വിജയം കൈവരിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാലയമാണ് PTM എടപ്പലം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ. പ്രസ്തുത വിദ്യാലയത്തിൽ കഴിഞ്ഞ 8 വർഷങ്ങൾക്ക് മുന്നേ ഇതേ കലാമേള നടന്നിരുന്നു. വളരെ ഭംഗിയായി ആ കലാമേള അന്ന് നടത്തിയത് ഈ പ്രദേശത്തുകാരും ഈ പഞ്ചായത്തുകാരും ഞങ്ങളോട് സഹകരിക്കുന്ന അധ്യാപകന്മാരും നാട്ടുകാരും രക്ഷിതാക്കളും എല്ലാവരും കൂടിയാണ്. ഇത്തവണയും പട്ടാമ്പി സബ് ജില്ലയിലെ 100ഓളം വിദ്യാലയങ്ങളിൽ നിന്ന് 10,000-ഓളം വിദ്യാർത്ഥികളാണ് എടപ്പലം എന്ന് പറയുന്ന ഈ കൊച്ചു പ്രദേശത്തേക്ക് കടന്നു വരുന്നത്, അരങ്ങിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അക്കാഡമിക് നിലവാരം ഉന്നത നിലവാരത്തിൽ പുലർത്തുന്ന ഈ വിദ്യാലയത്തിൽ കലാമേള വരുമ്പോൾ അത് പരിപൂർണമായും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അതിനെ വിജയിപ്പിച്ചെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവുമാണ്. ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ വരുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും അവരോട് ഒപ്പം വരുന്ന അധ്യാപകരെയും രക്ഷിതാക്കളെയും നാട്ടുകാരെയും അഭ്യുദയകാംക്ഷികളെയും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. താങ്ക് യു. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ പട്ടാമ്പി സബ് ജില്ലാ കലോത്സവം നമ്മുടെ എടപ്പലം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ, നവംബർ 11 മുതൽ 15 വരെ ഏകദേശം 100ഓളം സ്കൂളുകളിൽ നിന്നും പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള 7,000-ഓളം കുട്ടികളും അവരുടെ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സും രക്ഷിതാക്കളും ഒഫീഷ്യൽസും അതുകൂടാതെ കലാപ്രേമികളായിട്ടുള്ള നമ്മുടെ നല്ലവരായ നാട്ടുകാരും എല്ലാവരും കൂടെ ഒരുപാട് പേര് വരുന്ന ഒരു മഹാപരിപാടിയാണ്. ഇതിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും സഹകരിക്കണം, എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാവണം എന്നഭ്യർത്ഥിക്കുന്നു. ഈ മഹാമേളയ്ക്ക് വേണ്ടി നമ്മുടെ സ്കൂളും നമ്മുടെ ഗ്രാമവും ഒരുങ്ങിക്കഴിഞ്ഞു. പാലക്കാട് ജില്ലയിലെ ഒരു റിമോട്ട് വില്ലേജിലാണ്, വിളയൂർ വില്ലേജിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. ഇതിനുവേണ്ടി ഏകദേശം 22 വേദികൾ, അതിൻ്റെ എല്ലാം വർക്കുകൾ ഏകദേശം പൂർത്തീകരണത്തിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. അതുപോലെ പാർക്കിംഗ് സൗകര്യങ്ങൾ നമ്മളിവിടെ സമീപ പ്രദേശത്തുള്ള 1-2 ഓഡിറ്റോറിയങ്ങൾ, അതുപോലെ ഗ്രൗണ്ടുകൾ, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാതെ ഭക്ഷണം കഴിക്കുവാനുള്ള ഭക്ഷണ പന്തലും അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു 8 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ ഈ കലോത്സവം വരുന്നത്. ഇതിനു മുമ്പും ഞാനിവിടെ വന്നത് 1998-ലാണ്. അതിനുശേഷം ഇത് 3-ാം തവണയാണ് പട്ടാമ്പി സബ് ജില്ലാ കലോത്സവം നമ്മുടെ സ്കൂളിൽ വരുന്നത്. ഇതിന് മുമ്പ് നടന്ന 2 തവണയും നമ്മൾ വളരെ വിജയമാക്കിയിട്ടുണ്ട്. അതുപോലെ ഇപ്രാവശ്യവും വൻ വിജയമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിനുവേണ്ടി എല്ലാ നല്ലവരായ നാട്ടുകാരും കുട്ടികളും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ആളുകളും സഹകരിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പട്ടാമ്പി സബ് ജില്ലയിൽ 8 പഞ്ചായത്തുകളിൽ നിന്നായി 100ഓളം വിദ്യാലയങ്ങളിൽ നിന്നുമായി 10,000-ഓളം കലാപ്രതിഭകളാണ്
ഈ വരുന്ന 11 മുതൽ 16 കൂടിയ ദിവസങ്ങളിൽ എടപ്പലം PTMY HSSൽ കലാപ്രതിഭകളിൽ അന്തർലീനമായി കിടക്കുന്ന അവരുടെ കഴിവുകൾ പുറത്തെടുക്കുവാൻ പോകുന്നത്. ഈ മഹത്തായ പരിപാടി വിജയിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. ഇത് പട്ടാമ്പി സബ് ജില്ലയുടെ ഉത്സവമാണ്, ഈ നാടിൻ്റെ ഉത്സവമാണ്. ഇത് ധന്യമാക്കുന്നതിന് വേണ്ടി, ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ജനങ്ങളെയും ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു, സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, പട്ടാമ്പി സബ് ജില്ലാ കലോത്സവം ഈ മാസം 11, 12, 13, 14, 15 തീയതികളിൽ നമ്മുടെ സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. വിലയിരുന്ന ഈ നാട് അതിനെ വളരെ ഉത്സാഹപൂർവ്വമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. മുഴുവൻ രക്ഷിതാക്കളും കുട്ടികളുടെ രക്ഷിതാക്കളും ഇതിനോട് വളരെ സന്തോഷപൂർവ്വം പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ഞങ്ങളുടെ മാനേജറായിരുന്ന ഷെരീഫ് കുഞ്ഞാക്ക ഈ കാലയളവിലാണ് മരണപ്പെടുന്നത്. ദീർഘകാലം ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന കൃഷ്ണൻകുട്ടിയേട്ടനും അടക്കമുള്ള പ്രമുഖർ ഈ കാലയളവിൽ നമ്മെ ഇവിടെ വിട്ടു പോയിട്ടുണ്ട്. അവരെല്ലാം ഓർത്തുകൊണ്ടാണ് ഈ കലാമേള നടക്കുന്നത് എന്നതും ഞങ്ങളെ സംബന്ധിച്ച് വളരെ വിഷമമുള്ള കാര്യമാണ്. എങ്കിലും അവരുടെ എല്ലാം ഓർമ്മ നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയായ രീതിയിൽ ഇത് നടത്താനാണ് ഇതിൻ്റെ സംഘാടക സമിതി ആഗ്രഹിക്കുന്നത്. ആ തരത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും കൂട്ടിയോജിപ്പിച്ച് ഭക്ഷണ കമ്മിറ്റി, ഡിസിപ്ലിൻ, അങ്ങനെ പന്തൽ, നിരവധിയായ കമ്മിറ്റികളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രവർത്തനം വിജയിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാവരെയും ഏറ്റവും നല്ല സഹായസഹകരണം ഉണ്ടാവണം, സാമ്പത്തികമായ സഹായസഹകരണം ഉണ്ടാവണം. സാന്നിധ്യം കൊണ്ടും വളണ്ടിയർമാരായിട്ടും നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. വെളിയറിൻ്റെ മഹിമ വീണ്ടും ഈ ലോകം അറിയാൻ ഈ കലാമേള കൊണ്ട് കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മുഴുവൻ ആളുകളെയും ഈ കലാമേളയിലേക്ക് സ്കൂളിലെ PTA വേണ്ടിയും ഈ സംഘാടക സമിതിക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യുകയാണ്. പട്ടാമ്പി സബ് ജില്ലാ കലോത്സവം നവംബർ 11 മുതൽ 15 വരെ എടപ്പലം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. വളരെ നല്ല രീതിയിൽ ഈ പരിപാടി നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മത്സരാർത്ഥികൾ വരുന്നുണ്ട്, കൂടെ എക്സ്കോർട്ടിംഗ് ടീച്ചേഴ്സ് ഉണ്ട്, നല്ലവരായ നാട്ടുകാരും പരിപാടികൾ ആസ്വദിക്കുന്ന കാണികളുമുണ്ട്. ഈ പരിപാടി നല്ല രീതിയിൽ ആസ്വദിക്കുക, നല്ല രീതിയിൽ സഹകരിക്കുക, നല്ലൊരു പര്യവസാനവും വിജയവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വർഷത്തെ പട്ടാമ്പി ഉപജില്ലാ കലോത്സവം 11 മുതൽ 15 വരെ എടപ്പലം സെൻട്രൽ സ്കൂളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. ഇതിനുവേണ്ടി വിപുലമായ ഒരുക്കങ്ങളാണ് പബ്ലിസിറ്റി കമ്മിറ്റി നടത്തിയിട്ടുള്ളത്. ദൃശ്യ മാധ്യമങ്ങൾ, അതുപോലെ തന്നെ പിന്നീട് മാധ്യമങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ LED വാള്, ഓൺലൈൻ ലൈവായിട്ട് തന്നെ സ്കോറുകൾ, റിസൾട്ടുകൾ ഒക്കെ വിടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നടുവട്ടം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുമായിട്ട് കൂടെ ഈ ചാനൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുപോലെ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വീഡിയോ എത്തിക്കുന്ന വീട്ടിൽ ഡെമോ വീഡിയോകൾ, അതുപോലെ തന്നെ ഫ്ലെക്സുകൾ, ബാനറുകളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കലാമേളയ്ക്ക് വേണ്ട എല്ലാവിധ ആശംസകളും നേരുന്നു. ജനതാ ജേണൽ ന്യൂസിൽ നിന്നും ക്യാമറാമാൻ ഫാസിലിനോടൊപ്പം നവനീത.